Hello everyone, welcome back to our English class. This is Anvarame. So as usual, ഇന്ന് വീണ്ടും പുതിയൊരു ഇംഗ്ലീഷ് കോണ്ടന്റുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. പക്ഷെ എല്ലാ ദിവസത്തെയും പോലെ അല്ലെങ്കിൽ എല്ലാത്തിനും പോലെ ഇന്ന് ചാപ്റ്റർ ബേസ്ഡോ നമ്മുടെ ലിറ്ററേച്ചർ ബേസ്ഡോ എല്ലാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഇഫ് ക്ലോസ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് when we talk how to use if clause in our sentences in our talks എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇഫ് ക്ലോസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കേൾക്കും ഭയങ്കര അതിന് ഒരുപാട് റൂൾസ് ഉണ്ട്, നമ്മൾ അതിന്റെ ടെൻസ് പഠിക്കണം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നോ, ദിസ് ഇസ് വെരി സിമ്പിൾ. നമ്മൾ ഇഫ് ക്ലോസിന്റെ മൂന്ന് റൂൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ 3 റൂൾസ് നിങ്ങൾ തറവായിട്ട് പഠിച്ചാൽ ഇഫ് clause will be the most easiest grammar topic for you people, right? ഓക്കെ, നോക്കൂ ഇവിടെ ഇഫ് ക്ലോസ് കണ്ടീഷണൽ ക്ലോസ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളൊരു സജഷൻ, നമ്മൾ എന്ത് പറയാണ് അവരുടെ അടുത്ത്, നമ്മളൊരു ഓപ്റ്റ് ചെയ്യാണ്, നീ ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, സംതിങ് വിൽ ബി ദ. അപ്പൊ ഒരു പ്രവൃത്തി നീ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ്, ഇപ്പൊ നീ എന്നല്ല ഒരു കാര്യം നടക്കുകയാണെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ശൈലിയൊക്കെ നമ്മൾ എന്ത് ചെയ്തത്, ഇഫ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങള് കണ്ടീഷൻസ് ആണ് നമ്മൾ വെക്കുന്നത് അല്ലെ. മുഴുവൻ എന്താണ്, നീ ഇത് ചെയ്താൽ നിനക്ക് എന്ത് കിട്ടും, നീ നല്ലവണ്ണം പഠിച്ചാൽ യു വിൽ ഗെറ്റ് ഗുഡ് മാർക്ക്, നീ നല്ലവണ്ണം ഫാസ്റ്റ് ആയിട്ട് ഓടിയാൽ യു വിൽ എന്താണ് വിൻ ദ റേസ്, നീ എന്ത് ചെയ്യും, ഓട്ടം ജയിക്കും. അപ്പൊ കണ്ടീഷൻസ് ആണ് അല്ലെ കുറേ ആയിട്ട്. നോക്കൂ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ എന്താണ് ആക്ച്വലി കാണാൻ പറ്റുന്നത്, ഇവിടെ ഫസ്റ്റ് തന്നെ കണ്ടീഷണൽ ക്ലോസ് എന്നുണ്ട്, അതിന് താഴെ ഇവിടെ ഇഫ് ക്ലോസ്, മെയിൻ ക്ലോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നിന്നും മിസ് തുടങ്ങാം. നമ്മൾ ഇഫ് ക്ലോസ് ശരിക്കും ചെയ്യുന്ന സമയത്ത് when we go through the sentence, okay, നമ്മൾ സെന്റൻസിലേക്ക് പോകുന്ന സമയത്ത് we had 2 parts. okay, നമുക്ക് ആ ഇഫ് ക്ലോസിന് എന്തുണ്ടാകും, 2 ഭാഗങ്ങൾ ഉണ്ടാകും ആ സെന്റൻസിന്. ഒന്നാണ് എന്ത്, ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് വരുന്ന സ്ഥലം. ഓക്കെ, ഇഫ് വരുന്ന ആ ഒരു പാർട്ട് ഓഫ് എന്താണ് ആ സെന്റൻസിൽ ഇഫ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് ആ ഭാഗത്ത് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കും. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇഫ് ക്ലോസിന് ശേഷം വരുന്ന, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതിന് റിസൾട്ട് ആയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു റിസൾട്ട് വരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും, മെയിൻ ക്ലോസ് എന്ന് വിളിക്കും. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1 2 3 3 ടെൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇഫ് ക്ലോസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് 3 ടെൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇഫ് ക്ലോസ് പഠിക്കേണ്ടത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഒന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, ഒന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ 3 ടെൻസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ റൂൾസ്, ദിസ് ഓൾ വി ആർ ഗോയിങ് ടു ലേൺ നൗ. സീ ദി ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് സിമ്പിൾ പ്രസന്റ് അല്ലേ. സോ സിമ്പിൾ പ്രസന്റിൽ നോക്കൂ ഇവിടെ, ഇഫ് യു ഗിവ് മീ സം മണി, ഇഫ് യു ഗിവ് മീ സം മണി, നീ എനിക്ക് കുറച്ച് പൈസ തരുകയാണെങ്കിൽ. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് എങ്ങനെയാണ് ഇത് പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാവുന്നത്. ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ്, ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ പ്രസന്റ് ടെൻസ്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബിക്കോസ് വി നോ ദാറ്റ് നമ്മൾ ഈ ഫസ്റ്റ് സെന്റൻസ് നമ്മളിവിടെ വായിക്കുന്ന സമയത്ത് ഇഫ് യു ഗിവ് എന്ന് പറയുന്നത്, ഇഫ് യു ഗിവ് എന്ന് പറയുന്ന വേർബ്, നോക്കൂ സബ്ജക്ട് കഴിഞ്ഞ് വരുന്ന വേർബ് ഏതാണ്, ദിസ് ഇസ് ഇൻ V1 form. ദാറ്റ് മീൻസ് V1 form മീൻസ് എന്താണ്, ദാറ്റ് ഇസ് ഗിവൺ ഇൻ പ്രസന്റ് ടെൻസ് ഫോമിലാണ്. നമുക്കറിയാം ഗിവ് V1 ആണ്, ഗിവ് V2 ആണ്, ഗിവൺ V3 ആണ്. അപ്പൊ ഇവിടെ ഗിവ് എന്ന് കണ്ടാൽ തന്നെ ഇഫ് യു ഗിവ് സബ്ജക്റ്റിന് ശേഷം ഗിവ് എന്ന് പറയുന്ന V1 ഫോം വന്നാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്താണ്, ദിസ് ഈസ് ഇൻ പ്രസന്റ് ടെൻസ്, അത് പ്രസന്റ് ടെൻസിലാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ക്ലോസ് വരുന്നത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസ് എങ്ങനെയാണ് വരേണ്ടത്, ഇവിടെ നോക്കണം. ആദ്യം എന്താണ്, ഇറ്റ് ഷുഡ് ബി ബിഗിൻ വിത്ത്, എങ്ങനെയാണ്, സബ്ജക്റ്റോട് കൂടി തുടങ്ങണം. അതിനുശേഷം നമുക്ക് പ്രസന്റ് ടെൻസിന്റെ മെയിൻ ക്ലോസിലേക്ക് വരുമ്പോൾ നമ്മൾ ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യും. ഓക്സിലറി വേർബ്സ് ഏതൊക്കെ യൂസ് ചെയ്യുക, we can use will, we can use shall, we can use may, we can use can. ഈ 4 ഓക്സിലറി വേർബ്സ് എന്താണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ബട്ട് മോസ്റ്റ്ലി പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാതായിരിക്കും മോസ്റ്റ്ലി വില്ലായിരിക്കും. പക്ഷെ എന്താണ്, ഈ മേയും എന്താണ് അതേപോലെ തന്നെ ഷാലും ക്യാനും യൂസ് ചെയ്യുന്നത് ഒട്ടും എന്തല്ല, തെറ്റല്ല. അപ്പൊ നോക്കൂ ഇവിടെ മെയിൻ ക്ലോസിലേക്ക് വരുന്ന സമയത്ത് സബ്ജക്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് ഒന്ന് വില്ലാണ്, ഷാലാണ്, മേ ആണ്, ക്യാൻ ആണ്. അത് കഴിഞ്ഞോ അതിനുശേഷം ആ ഓക്സിലറി വേർബിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് കൊടുക്കും, പ്രസന്റ് ടെൻസ് ഫോമിന് കൊടുക്കണം, V1 ഫോം തന്നെ വേർബ് കൊടുക്കണം. അപ്പോൾ ഇഫ് ക്ലോസിലും എന്താണ് വേർബ് പ്രസന്റ് ടെൻസ് ആയിരിക്കും, മെയിൻ ക്ലോസിലും വേർബ് എന്തായിരിക്കും, പ്രസന്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ അതിന്റെ റൂൾസ്, അതിന്റെ സ്ട്രക്ചർ ഓഫ് ദ സെന്റൻസ്, ആ സെന്റൻസിന്റെ സ്ട്രക്ചർ ഘടന എന്ത് ചെയ്യണം, വി ഹാവ് ടു ലേൺ ഹിയർ, നമ്മൾ ഇവിടെ പഠിച്ചു വെക്കണം. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് വൺ. നോക്കൂ, ഇഫ് യു സെയിം ആണ്, ഇഫ് യു നെക്സ്റ്റ് വേർബ് ആണ് ഗേവ്. ഇഫ് യു ഗേവ് മീ
നമ്മൾ പറഞ്ഞു give, gave, given. 3 ഫോംസ്. give, gave, given. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, gave എന്ന് പറഞ്ഞാൽ we know that it is in V2 past tense form ആണ്. അപ്പൊ if you gave എന്ന് പറഞ്ഞാൽ നീ എനിക്ക് പണം തന്നിരുന്നെങ്കിൽ, ഓക്കെ, നീ എനിക്ക് പണം തന്നിരുന്നുവെങ്കിൽ എന്നാണ് പറയുന്നത്. I would pay you back tomorrow. തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, നാളെ പേ ചെയ്യുമായിരുന്നു, നാളെ നിനക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ചു തരുമായിരുന്നു. നീ ഒന്നാ പണം എനിക്ക് തന്നിരുന്നുവെങ്കിൽ എന്താണ്, ഞാൻ നിനക്ക് നാളെ ആ പൈസ തരുമായിരുന്നു. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, സെയിം പോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോസിലേക്ക് വരുന്ന സമയത്ത് സബ്ജക്റ്റിന് ശേഷം ഇവിടെ നമ്മൾ വില്ലാണ് ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ആവുന്ന ശേഷം we can change that into would. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ സബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ഇറ്റ് ഈസ് would and it is should and it is could and it is might. പാസ്റ്റ് ടെൻസ് ആയി കണ്ടോ, will എന്തായി, would ആയി, shall should ആയി, may എന്തായി, might ആയി, can came could, can എന്തായി, could ആയി. നോക്കൂ, അതിനുശേഷം V1 ഫോം തന്നെയാണ് വെർബ് വരുന്നത്. അപ്പൊ ഇഫ് ക്ലോസിൽ വരുന്ന വെർബ് V2 ആണെങ്കിലും ഇവിടെ എന്താണ്, that is V1. ഓക്കെ, നോക്കൂ നിങ്ങള്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് തേർഡ് വൺ. പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ നോക്കൂ, ഇതാണ് ഏറ്റവും എക്സാമിനൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. ഇഫ് യു ഹാഡ് ഗിവൻ, ഇഫ് യു ഹാഡ് ഗിവൻ, ഇവിടെ നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിക്കോട്ടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിക്കോട്ടെ, എപ്പോഴും നമ്മൾ എന്തുണ്ടാകും, സബ്ജക്റ്റ് പ്ലസ് V3 അല്ലേ, സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് പ്ലസ് ഹാവ് ഉണ്ടാവും, അതേപോലെ എന്താണ് ഹാവ് പ്ലസ് V3. നോക്കൂ, ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ടും ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് നമുക്കറിയാം ഹാഡ് ഗിവൻ അല്ലേ. ഇവിടെ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണേ, നോക്കൂ, ശ്രദ്ധിക്കൂ, ദിസ് ഇസ് പാസ്റ്റ് പെർഫെക്റ്റ്. വെയിറ്റ്, വി വിൽ begin with present perfect. എന്നാ പിന്നെ നിങ്ങൾക്ക് എന്തില്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അതായിരിക്കും നന്നാവാം. സി നോക്കൂ മക്കളെ, ഇവിടെ we will do like this. Tom, നോക്കൂ, present perfect. Okay, here we can write past perfect. Okay, നോക്കൂ, ഇവിടെ നമുക്കറിയാം, നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ടെൻസ് പഠിക്കൂലേ, ആ സമയത്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ പഠിക്കാം, സബ്ജക്റ്റിന് ശേഷം it follows with the has or have plus V3 അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പഠിക്കുക, സബ്ജക്ട് പ്ലസ് ഹാഡ്. ഈ ഹാഡ് എന്താ, ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ടെൻസ് ഹാഡ് എന്നുള്ളത് we know, then V3 ഫോം. ഇങ്ങനെയല്ലേ നമ്മൾ ഇതിൻ്റെ അത് പഠിക്കാം. ഒരു എക്സാമ്പിൾ മിസ് എഴുതാം. ഇപ്പൊ നോക്കൂ, ഷീ ഹാസ് റിട്ടൺ, ഷീ സബ്ജക്റ്റ് ഹാസ് പ്ലസ് V3. അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആക്കുമ്പോൾ ഷീ ഹാഡ് റിട്ടൺ, ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ടെൻസ് എന്താണ്, ഹാഡ് ആണ്, ഷീ ഹാഡ് റിട്ടൺ എന്നായി. ഓക്കെ, നോക്കൂ, ഇവിടെ നമ്മൾ പ്ലൂറൽ ഉപയോഗിക്കുകയാണ്. ഇവിടെ നമ്മൾ ഹാസ് സിംഗുലർ ആണ്, ഷീ എന്ന് പറയുന്ന ഒരാളാണ്, ദാറ്റ് ഇസ് സിംഗുലർ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പ്ലൂറൽ വെച്ചിട്ട് എഴുതാം. നമുക്ക് ദേ ഉപയോഗിക്കാം. നോക്കൂ, ദേ ആവുമ്പോൾ എന്താകും, ദേ ഹാവ് ആവും, ദേ ഹാവ് റിട്ടൺ. കറക്റ്റ് അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്താണ് ഇവിടെ നോക്കൂ, ഹാഡ് ഗിവൺ V3 ഫോം ആണ്, V3 ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ മെയിൻ ക്ലോസിലേക്ക് വരുന്ന സമയത്ത് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ആണ് ഇതിന്റെ സ്ട്രക്ചർ വരാം. അപ്പൊ തേർഡിൽ നമ്മൾ ശരിക്കും പഠിക്കണം, ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് ഇതിങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം. V3 ഫോം ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിലേക്ക് എങ്ങനെയായിരിക്കും, മെയിൻ ക്ലോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വുഡ് പ്ലസ് have plus V3, would plus have plus V3. അതാണ് എന്ത് വരാം, നമ്മുടെ മെയിൻ ക്ലോസ് വരാം. ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ്. ഇനി ഇവിടെ നോക്കൂ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോകുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈസിലി. ഓക്കെ, യു ക്യാൻ മേക്ക് ഇറ്റ് ഔട്ട് വെരി സൂൺ. നോക്കൂ, ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്, ഇഫ് യു ഇൻവൈറ്റ് ഹിം ഹി ഡാഷ് കം. നമ്മൾ പഠിച്ച എന്താ, ഇഫിന് ശേഷം സബ്ജക്റ്റ്, സബ്ജക്റ്റിന് ശേഷം വെർബ് നോക്കണം, V1 ആണ്. പ്രസന്റ് ടെൻസ് ഫോം ആണ്. പ്രസന്റ് ടെൻസ് ഫോം ആവുന്ന സമയത്ത് നമുക്കറിയാം മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരും. സോ ഇഫ് യു ഇൻവൈറ്റ് ഹിം നമുക്കറിയാം വിൽ കം, വുഡ് കം, വിൽ ബി കമ്മിങ്, നൺ ഓഫ് ദി എബോവ്. ഇറ്റ് വിൽ ആസ് എന്താണ്, വിൽ കം, വിൽ കം അല്ലേ വരാം. ബിക്കോസ് വാട്ട് ഇസ് ദ റീസൺ, ഇഫിന് ശേഷം സബ്ജക്റ്റിന് ശേഷം എന്താ വന്നത്, ഇറ്റ് ഈസ് V1 ഫോം ആണ് വന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ദ ആൻസർ ഇസ് എന്തായിരിക്കും, വിൽ കം ആയിരിക്കും. അടുത്ത് നോക്കൂ നിങ്ങൾ, ഇഫ് ക്ലോസ് ഉണ്ട്, ദേ സബ്ജക്റ്റ് ഉണ്ട്,
പ്ലേഡ്. പ്ലേഡ് എന്ന് പറഞ്ഞ ഏത് ടെൻസ് ആണ്? നമുക്കറിയാം പ്ലേ, പ്ലേഡ്, പ്ലേഡ്. V1, V2, V3. സോ നോക്കൂ, ഇവിടെ പ്ലേഡ് എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഇസ് പാസ്റ്റ് ടെൻസ്, റൈറ്റ്? സോ പ്ലേഡ് എന്ന് പറയുന്നത് V2 ആണ് വന്നതെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? മെയിൻ ക്ലോസിൽ എന്ത് വരണം? ഇറ്റ് ഷുഡ് കം വുഡ് പ്ലസ് V1. വുഡ് പ്ലസ് V1. വുഡ് വിൻ എന്നാണ് ഉത്തരം വരാ. അടുത്തത് നോക്കൂ, ഇഫ് ഷീ ഹാഡ് ഗോൺ. ഇഫ് ഷീ ഹാഡ് ഗോൺ എന്ന് നമ്മൾ പറയുമ്പോൾ ഇഫിന് ശേഷം നോക്കൂ, ഇഫ് പ്ലസ് had plus should. Had plus V3. If plus had plus V3. If plus had plus V3. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ട് മെയിൻ ക്ലോസിലേക്ക് വരുമ്പോൾ നമുക്ക് വുഡ് വേണം, വുഡിന് ശേഷം ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വേണം, അതിനുശേഷം എന്താണ്? V3 ഫോം ഓഫ് ദ വേർബ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഇഫ് ക്ലോസ് ഉണ്ട്, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. അങ്ങനെയാണെങ്കിൽ വുഡ് ഹാവ് വാച്ച്ഡ് എന്നാണ് വരേണ്ടത്. വാച്ച്, വാച്ച്ഡ്, വാച്ച്ഡ് അല്ലേ? V1 ആണ്. വാച്ച്ഡ് എന്ന് പറഞ്ഞാൽ V3. നോക്കൂ ഇവിടെ, ഇഫ് ഷീ ഗോട്ട് ഫുൾ A+, ഷീ ഡാഷ് ഹാപ്പി. നോക്കൂ ഇവിടെ, ഇവിടെ എന്താണ്? V2 ആണ്. V2 ആകുമ്പോൾ നമുക്കറിയാം ഏതാണ്? പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ വില്ല്, വുഡ്, വുഡ് ഹാവ്, നൺ ഓഫ് ദി എബോവ്. നമുക്കറിയാം വുഡ് ആണ് ആൻസർ വരാം. അപ്പൊ ഇവിടെ എന്ത് വരും? വുഡ് നമ്മൾ എഴുതണം, റൈറ്റ്? നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, ഇഫ് ഐ ഡാഷ്. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഇഫ് ക്ലോസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ തന്നു, നമ്മളെ കുഴപ്പിച്ചു അല്ലേ? മെയിൻ ക്ലോസ് നമുക്ക് കംപ്ലീറ്റ് തന്നു. മെയിൻ ക്ലോസിൽ നിങ്ങൾ നോക്കിയേ, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിന് ശേഷം അവരെന്ത്? വില്ല് തന്നിട്ടുണ്ട്. നമുക്കറിയാം സബ്ജക്റ്റിന് ശേഷം വിൽ വരാണെങ്കിൽ ദാറ്റ് ഇസ് പ്രസന്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വുഡ് ആണ് വരാം. പ്രസന്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് ക്ലോസിലും പ്രസന്റ് ടെൻസ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നീ അവനെ കാണുകയാണെങ്കിൽ, ഞാൻ അവനെ കാണുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവൻ ഉപദേശിക്കും. ഇഫ് ഐ see him, എന്താ വരണ്ടേ? V1 form C. Okay, now if I dash the meaning, I would answer the question. നോക്കൂ, ഇവിടെ നമുക്ക് ബ്ലാങ്ക് തന്നു ഇഫ് ക്ലോസിൽ, പക്ഷെ നമുക്ക് മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട് വുഡ്. നമ്മളെ ക്ലൂ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ആര്? നമ്മുടെ ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പൊ വുഡ് തന്നിട്ടുണ്ട്. വുഡ് വന്ന സമയത്ത് നമുക്കറിയാം ഏതാണ്? പാസ്റ്റ് ടെൻസ് ആണ്. ഏത്? സെന്റൻസ്. പാസ്റ്റ് ടെൻസിലാണ് വുഡ് വരാ എന്നത് നമ്മൾ റൂൾസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇഫ് ഐ ഡാഷ് ദ മീനിങ്, എനിക്ക് ആ അർത്ഥം അറിയുമായിരുന്നുവെങ്കിൽ, അറിയാമെന്നല്ല, ഐ നോ എന്നല്ല, അറിയുമായിരുന്നെങ്കിൽ, അറിയാമായിരുന്നുവെങ്കിൽ, ന്യൂ ദ മീനിങ്, I would answer the question. എനിക്ക് അതിന്റെ അർത്ഥം ഞാൻ ആൻസർ പറയുന്ന ചെങ്ങായി എന്നാണ് ചോദിക്കുന്നത്. Okay, now the next one it is if I get the money. If I get money, ഇവിടെ നോക്കൂ നിങ്ങൾ, get എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V1 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? I will help you. എനിക്ക് പൈസ കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും? നിന്നെ സഹായിക്കും. അപ്പൊ ഇഫിന്റെ കൂടെ മിസ് വീണ്ടും വീണ്ടും എഴുതുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലാവാം. ഇഫ് പ്ലസ് V1 ആണെങ്കിൽ, ഇഫ് പ്ലസ് V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? വിൽ പ്ലസ് V1 ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കൂ, ഇഫ് ഷീ ഹാഡ് ഡ്രിവൻ കെയർഫുള്ളി. ഇഫ് ഷീ ഹാഡ് ഡ്രിവൻ കെയർഫുള്ളി, ഹാഡ് ഡ്രിവൻ ആണ്. ഹാഡ് പ്ലസ് V3. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഡിന്റെ കൂടെ V3 ഫോം ആണ് വരുന്നതെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇവിടെ എന്ത് വരണം? അതും നമ്മൾ പഠിച്ചു. ഇതിന്റെ മെയിൻ ക്ലോസ് എന്ത് വരും? would plus have plus V3. would plus have plus V3 വരും. That's it. നോക്കൂ ഇവിടെ, if she had driven carefully, she would not have had accident. ഇവിടെ നമ്മൾ നോട്ട് കൊടുത്തത് എന്താണ്? അവളെ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ശ്രദ്ധിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുമായിരുന്നില്ല. ഇതാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇത്രയും എക്സാമ്പിൾ നമ്മൾ ചെയ്തപ്പോൾ കൂടുതൽ ക്ലിയർ ആയില്ലേ? നമ്മൾ ഓരോ എക്സാമ്പിളും അതിന്റെ റൂൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ നിങ്ങൾ ശരിക്കും ഇഫ് ക്ലോസ് ഇനി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ when you use if clause, what you have to find first? നിങ്ങൾ എന്താ ആദ്യം കണ്ടുപിടിക്കുന്നത്? your tense. In which tense you get the question? ഏത് ടെൻസിലാണ് നിങ്ങൾ ചോദ്യം തന്നിരിക്കുന്നത്? ആ ടെൻസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അതിന്റെ റൂള് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്നാണ് ഐ എം എക്സ്പെക്ടിങ് ഫ്രം യു പീപ്പിൾ. സോ ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട കോണ്ടന്റ് വീഡിയോ ആയിട്ട് I will be back soon. Thank you so much.